ഹായ് ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായ നോട്ട് 12 കുറിച്ചാണ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. അതിപ്പോ വിവരമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഇവരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാല്. ഹലോ ഗൈസ്, നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്ന ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായ നോട്ട് 12 സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ആദ്യമായി ഫോൺ ഇരിക്കുന്നു, അതിലോട്ട് വരാം. എടുത്ത് വെച്ച് നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിലുള്ള ഐറ്റംസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി ഫോൺ, അതിലേക്ക് വരാം. പിന്നെ ഉള്ളത് 33 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളുണ്ട്. പിന്നെ ഇതെന്താ ഇത്? $1. വെൽക്കം ടു എക്സ് ക്ലബ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. പിന്നെ ഒരു ടിപ്പ് കേസ്. ഇത്ര മതിയാ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോണിലോട്ട് വരാം. ഫോണിലോട്ട് വരികയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇൻഫിനിക്സിന് നൽകിയിട്ടുള്ളത്. ജുവൽ ബ്ലൂ എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത്. അല്പം മാറ്റ് ഫിനിഷാണ്. ഒരു ബോക്സി ഡിസൈൻ. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരികയാണെങ്കിൽ ബോട്ടം സ്പീക്കർ ഗ്രിൽ, ടൈപ്പ് സി പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ലോക്ക് ബട്ടൺ നൽകിയിട്ടുണ്ട്. വോളിയം റോക്കേഴ്സ് തന്നെ പറയുന്നത്. ടോപ്പിൽ വേറെ ഒന്നും കാണുന്നില്ല. നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരേണ്ടതാണ്, അത് കാണുന്നില്ല. പിന്നെ ഉള്ളത് സിം ട്രേ. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 512 GB വരെ നമുക്ക് മെമ്മറി കാർഡായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഫോൺ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പെക്സുകൾ നോക്കാം. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.7 ഇഞ്ച് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നൽകുന്നത്. 60 Hz റിഫ്രഷ് റേറ്റാണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 180 Hz നൽകുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് നൽകുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ് അത് കണ്ടുവരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട്. വൈഡ് L1 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ മുതലായവയിൽ HD കണ്ടന്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പിലോട്ട് വരികയാണെങ്കിൽ 6 GB റാമും 128 GB സ്റ്റോറേജും നൽകുന്നുണ്ട്. കൂടാതെ LPDDR4Xും USB 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പായിട്ട് വരുന്നത്. കൂടാതെ വെർച്വൽ റാം എന്ന് പറയുന്ന ഓപ്ഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ 1 GB മുതൽ 5 GB വരെ നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ചിപ്സെറ്റിലേക്ക് വരികയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ തന്നെ G88 എന്ന് പറയുന്ന G80 സീരീസിലുള്ള G88 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ചിപ്സെറ്റിലേക്ക് വരികയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ഭേദപ്പെട്ട ഗെയിംസുകൾ നമുക്കിതിൽ കളിക്കാനാവും. ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ 5000 mAh നൽകുന്നുണ്ട്. കൂടാതെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും ബോക്സിനുള്ളിൽ തന്നെ തരുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. സാധാരണ ഇപ്പോഴുള്ള ഫോണുകൾ ഇറങ്ങുന്നതിലൊന്നും ചാർജർ ബോക്സിൽ ഉൾപ്പെടുത്താറില്ല. കണക്ടിവിറ്റിയിലോട്ട് വരികയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? കണക്ടിവിറ്റിയിലോട്ട് വരികയാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡുവൽ 4G സപ്പോർട്ട് നൽകുന്നുണ്ട്. പ്രൈമറി ക്യാമറയിലോട്ട് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ഒരു AI ക്യാമറയും നൽകിയിട്ടുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ക്യാമറയുടെ താഴെയായി ക്വാഡ് LED ഫ്ലാഷ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഈ സെൻസർ ഉപയോഗിച്ച് നമുക്ക് 2K വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴുള്ള ഫുൾ HD സ്മാർട്ട് ഫോണുകൾ
സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ്.